ശ്രീ ജി ഗോപകുമാർ, ഇവിടെ BJP ശക്തമായ ഭാഷയിൽ തന്നെ DMK സർക്കാരിനെ വിമർശിക്കുന്നു. അഴിമതിയും ദേശവിരുദ്ധ ശക്തികളെ വെച്ചുപൊറുപ്പിക്കില്ല എന്നുള്ളതും കൃത്യമായി തന്നെ BJP നിലപാട് വ്യക്തമാക്കുന്നു. NDA സർക്കാർ 2026 അധികാരത്തിലേറും എന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഡൽഹിയിൽ പയറ്റിയ അതേ തന്ത്രങ്ങൾ തന്നെയാകുമോ തമിഴ്നാട്ടിലും പയറ്റുക? BJPയുടെ തന്ത്രം എത്രത്തോളം ഫലം കാണും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ? വലിയ ശക്തിയുള്ള ഒരു സംസ്ഥാനമായിരുന്നു. പഴയ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ജനസംഘത്തിൻ്റെ കാലത്ത് പോലും ജനസംഘത്തിന് ഡൽഹിയിൽ ശക്തമായ അടിത്തറയുണ്ടായിരുന്നു. നമുക്കത് തമിഴ്നാടുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഡൽഹിയിൽ ഉള്ള ശക്തമായ അടിത്തറയും അവിടുത്തെ കേഡർ സംവിധാനവും അവിടെ ഭരണത്തിലിരുന്ന പശ്ചാത്തലവും എല്ലാം നോക്കുമ്പോൾ BJP പരാജയപ്പെട്ടിരുന്ന കാലത്ത് പോലും അവരുടെ ശക്തി ക്ഷയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം തികച്ചും വ്യത്യസ്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1967 ശേഷം ഒരു ദേശീയ പാർട്ടിക്കും തറതൊടാൻ കഴിയാത്തൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. അതിനൊരുപാട് ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ തമിഴകം എന്നുള്ള ശക്തമായ ഒരു രാഷ്ട്രീയ സംസ്കാരം ഭാഷയുടെ കാര്യത്തിലായാലും മറ്റ് ഐഡൻറ്റിറ്റീസിൻ്റെ കാര്യത്തിലായാലും വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയവരാണ് ഈ ദ്രവീഡിയൻ പാർട്ടികൾ. ഇടയ്ക്ക് MG രാമചന്ദ്രനും ജയലളിതയും എല്ലാം AIADMKയിലേക്ക് ഭരണം കൊണ്ടുപോയപ്പോഴും DMK ശക്തമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ. ഇപ്പോഴവിടുത്തെ എല്ലാ പാർട്ടികൾ നോക്കിയാലും അത് ചെറുതും വലുതുമായ പ്രാദേശിക പാർട്ടികൾ, ജാതീയമായിട്ടും മറ്റും ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് കളിക്കുന്ന കക്ഷികൾ ഉൾപ്പെടെ ഒത്തിരി കക്ഷികൾ അവിടെ ഉണ്ടെങ്കിലും അവിടെ എല്ലാം പ്രാമുഖ്യം നൽകുന്നത് പ്രാദേശികത്വത്തിനാണ്. ഈ പ്രാദേശിക രാഷ്ട്രീയ വികാരം ശക്തിപ്പെടുത്തുന്നതിന് അവർക്ക് എപ്പോഴും അതിൻ്റേതായ ആയുധങ്ങൾ, അവസരങ്ങൾ കിട്ടിയിരുന്നു. ഇപ്പോഴൊടുവിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന അതിലെ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ശക്തമായി ഉപയോഗിക്കുന്നുണ്ട്. 1938 ഭാഷാ സമരം ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ്. 1965 വലിയ ഭാഷാ സമരം നടന്നതൊക്കെ ഞങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ചെറുപ്പകാലത്ത്. അത് കഴിഞ്ഞ് ഇപ്പോഴതൊരു ഭാഷാ പ്രശ്നമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ പഠിക്കുന്നത് മാതൃഭാഷയിലാകാം, പ്രാദേശിക ഭാഷയിലാകാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭാഷയുടെ പ്രശ്നം ആളിച്ച് അതിന് വേണ്ട ഒരു പിൻബലം സൃഷ്ടിക്കുകയാണ്. പ്രത്യേകിച്ച് സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഗ്രാൻഡ് 2020 കോടി രൂപ അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ അവരുടെ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, ഞങ്ങൾ 3 ലാംഗ്വേജ് ഫോർമുല 3 ഭാഷാ പദ്ധതി അംഗീകരിക്കുന്നില്ല, 2 ലാംഗ്വേജ് ഫോർമുലയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തമിഴും ഇംഗ്ലീഷും അല്ലാതെ മറ്റ് ഭാഷകൾ വേണ്ട. അപ്പോൾ ചുരുക്കത്തിൽ വളരെ ശക്തമായ പ്രാദേശിക അടിയൊഴുക്കുകളുള്ള സംസ്ഥാനത്ത് BJPക്ക് വളരാൻ വലിയ വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികളെന്ന് പറയുമ്പോൾ BJP വളർന്നത് പ്രാദേശികമായിട്ടല്ല എന്ന് ഞാൻ പറയില്ല. BJPക്ക് ശക്തമായ വേരോട്ടമുള്ള മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പിന്നീട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഗുജറാത്ത്, സൗത്ത് ഇന്ത്യയിൽ വരുമ്പോൾ കർണാടക, ഒരു പരിധിവരെ ആന്ധ്രാപ്രദേശ്, ഇങ്ങനെയൊക്കെ വളരാൻ കഴിഞ്ഞെങ്കിലും ശക്തമായി ദക്ഷിണേന്ത്യയിൽ വേരോട്ടമില്ലാത്ത ഒരു സംസ്ഥാനമായിട്ടാണ് തമിഴ്നാടിനെ കണക്കാക്കുന്നത്. 98 ബോംബ് ബ്ലാസ്റ്റിന് ശേഷം 3 ലോക്സഭാ സീറ്റുകൾ കിട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട് BJPക്ക്. അന്നാണ് BJPക്ക് ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞത്. അത് നാഗർകോവിലും കോയമ്പത്തൂറും നീലഗിരിയുമൊക്കെ ആയിരുന്നു അന്ന് വിജയിച്ച 3 സീറ്റുകൾ. പിന്നീട് അത് നിലനിർത്താൻ BJPക്ക് കഴിഞ്ഞില്ല. പക്ഷേ അസംബ്ലിയിൽ 2-3 സീറ്റുകൾ പല തിരഞ്ഞെടുപ്പുകളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു വലിയൊരു ബാലികാറാ മലയാണ് ഇതിൻ്റെ BJPയുടെ മുമ്പിൽ നിൽക്കുന്നത്. തമിഴ്നാട് അധികാരം പിടിക്കാനെന്നുള്ളത് മാത്രമല്ല, തമിഴ്നാട്ടിലൊരു ശക്തമായ പ്രതിപക്ഷമായിട്ട് വളരാനും BJPക്ക് നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും. അമിത്ഷാ പറഞ്ഞത് ഏതടിസ്ഥാനത്തിലാണ് എന്ന് എനിക്കിപ്പോഴത്തെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള BJP തമിഴ്നാട്ടിലെ പ്രവർത്തനമൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അണ്ണാമലയ്ക്ക് ഉൾപ്പെടെ കിട്ടിയ തിരിച്ചടി നമുക്കറിയാം.
മാത്രമല്ല അവിടെ ഈ ഫിലിം പൊളിറ്റിക്സിന് സിനിമാ രാഷ്ട്രീയത്തിനും വലിയ വേരോട്ടമുള്ള സ്ഥലമാണ്. അതും തമിഴിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ തെറ്റിദ്ധാരണകൾ മാറ്റി ഭാഷയുടെ പ്രസക്തി എല്ലായിടത്തും ശക്തമായിട്ട് വേണം. അതേസമയം കേന്ദ്രവുമായിട്ടൊരു സമരസപ്പെട്ടു പോകുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ADMKയിൽ നിന്ന് അലയൻസിൽ നിന്ന് NDAയിൽ നിന്ന് അവർ മാറിയത് രണ്ട് കൂട്ടർക്കും നന്നായി. കാരണം അവർക്ക് വ്യക്തിപരമായിട്ട് രണ്ട് പാർട്ടികൾക്കും ഇൻഡിവിജ്വലായിട്ടും വളരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അത് BJPക്ക് ചെറിയ ഗുണം ചെയ്തിട്ടുണ്ട്, അതും ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ ഇതൊന്നും പോരാ, ഇതൊന്നും ആകുന്നില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഈ ചർച്ചയിൽ വരുമ്പോൾ ഞാൻ കൂടുതൽ അഭിപ്രായം പറയാം. എന്തായാലും വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം, പക്ഷേ അത് നമുക്ക് നോക്കാം. അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു പശ്ചാത്തലം, രാഷ്ട്രീയ ചരിത്രം എന്നിവയൊക്കെ എന്നിലാണ് ഞാൻ എൻ്റെ അഭിപ്രായം ഒരു അവതരണം, ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ നൽകിയത്. ശരി.